കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന യുക്യാറ്റ് പഠന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നേ ദിവസം നമ്മുടെ ചർച്ചകൾ നയിക്കുന്നതിനും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും ദൈവശാസ്ത്ര പണ്ഡിതനും സർവോപരി യുവജനങ്ങൾക്ക് എല്ലാ കാലത്തും മാർഗദർശിയുമായ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിനോട് സംവദിക്കാൻ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങളാണ്. എല്ലാ യുവ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇക്കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശ്വാസത്തെയും ദൈവീക വെളിപാടിനെയും കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നേ ദിവസം ദൈവ വചനത്തെക്കുറിച്ചും നമ്മുടെ ആത്മീയതയിൽ അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പിതാവേ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശ്വാസത്തെക്കുറിച്ചും വെളിപാടിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡുകളിലും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? സ്നേഹയുടെ ആദ്യത്തെ ചോദ്യം അഭിമന്യ പിതാവിനോട് ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് സ്നേഹ ജോസ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ബൈബിളിൻ്റെ രൂപീകരണത്തെപ്പറ്റി അങ്ങ് പറഞ്ഞിരുന്നല്ലോ. പുതിയ നിയമം ഉള്ളപ്പോൾ നമുക്ക് എന്തിനാണ് പഴയ നിയമം? പഴയ നിയമത്തിൻ്റെ പ്രസക്തി എന്താണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൽ? ഓക്കെ സ്നേഹ, പലരും ചോദിക്കാറുള്ള ചോദ്യം. നമുക്ക് ഈ പുതിയ നിയമം മാത്രം പോലെ പഴയ നിയമത്തിലെ പലതും നമുക്ക് മനസ്സിലാവുന്നുമില്ല. അത് ഈ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയുമായി പൊരുത്തപ്പെടാത്തതുമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പഴയ നിയമം നമ്മൾ കൊണ്ടു നടക്കുന്നത്? അതല്ലേ സ്നേഹ ചോദിച്ചത്. സ്നേഹ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ PG കംപ്ലീറ്റ് ചെയ്തു. എന്ത് വിഷയത്തിലാണ് PG? MSc മാത്തമാറ്റിക്സ്. MSc മാത്തമാറ്റിക്സ് അല്ലേ? MSc മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കണക്ക് ഇപ്പോൾ സ്നേഹയ്ക്ക് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതിന് MScയിലെ കണക്ക് പോരെ, എന്തിനാ 10ലെ കണക്ക്? അടിസ്ഥാനം വേണം. യെസ്, അതുതന്നെയാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ബന്ധം. പഴയ നിയമം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ആ പേര് തന്നെ ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നത്, പഴയത് എന്നുള്ളൊരർത്ഥം. അതുകൊണ്ട് ബൈബിൾ പണ്ഡിതന്മാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന പദം വ്യത്യസ്തമാണ്. ദ ഫസ്റ്റ് ടെസ്റ്റമെൻറ്റ് ആൻഡ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. ഫസ്റ്റ് ടെസ്റ്റമെൻ്റ് എന്നാണ്. ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നായിരുന്നു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ പദം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ടെസ്റ്റമെൻറ്റ് ആൻഡ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. അതായത് ഇത് ആദ്യം നൽകപ്പെട്ട വെളിപാട് തന്നെയാണിത്. ആ വെളിപാടിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമത്തിലുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യേശയ്യാ പ്രവാചകൻ്റെ എമ്മാനുവേൽ പ്രവചനം, കന്യയെ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് യേശയ്യായുടെ ആ വചനം നമുക്കറിയാൻ പാടില്ല എങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയല്ല, അല്ലേ? ഈ പഴയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം തന്നെ 41 തവണ പറയുന്നുണ്ട് അങ്ങനെ ആ തിരുവെഴുത്ത് നിറവേറി എന്ന് പറയും, അല്ലേ? അതായത് പുതിയ നിയമം ചെയ്യുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ യേശുവിൽ പൂർത്തീകരിച്ചു എന്ന് സ്ഥാപിക്കുക. അതായത് പുതിയ നിയമത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം ആവശ്യമുണ്ട്. പഴയ നിയമത്തിൽ ദൈവം ആരംഭിച്ച രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലേത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അബ്രാഹത്തെ ദൈവം വിളിച്ചു, അബ്രാഹമേ, നിന്നിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും, നീ വഴി ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. സത്യത്തിൽ അബ്രാഹത്തിന് എങ്ങനെയാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിവുണ്ടോ? ഇല്ല. അബ്രാഹത്തിലൂടെ തുടങ്ങിയ ആ രക്ഷാകര പദ്ധതി ഈശോ മിശിഹായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത്
ജനത്തിന് മുഴുവനും അനുഗ്രഹമായി മാറി. അതായത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും അർത്ഥപൂർണമാകുന്നത് പുതിയ നിയമത്തിൽ. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ അബ്രാഹം എന്ന പിതാവിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ കൊണ്ടുപോയി മോറിയ മലയിൽ വെച്ച് ബലിയർപ്പിക്കണം. എന്തൊരു ക്രൂരമായ വർത്തമാനം ദൈവം പറഞ്ഞു, ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ദുഷ്ടത ചെയ്യും, ഇല്ലേ? ചില ദുഷ്ടരായ അമ്മമാർ പിള്ളേരെ വേസ്റ്റ് ബോക്സിൽ എറിഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചു പോയി എന്നൊക്കെ പത്രവാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാലും നാട്ടു നടപ്പുള്ള കാര്യമല്ല. ദൈവം പറയുന്നത് എന്താ? അബ്രാഹമേ, നിനക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച നിൻ്റെ ജീവൻ്റെ ജീവനായി നീ കരുതുന്ന ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി കഴുത്ത് മുറിച്ച് അവൻ്റെ ചോര ബലിപീഠത്തിൽ വീഴ്ത്തി അവനെ ബലിയർപ്പിക്കും. അബ്രാഹത്തിന് അവൻ്റെ ഭാര്യയോട് ഇത് പറയാൻ പറ്റില്ല, മകൻ ഇസഹാക്കിനോട് പറയാൻ പറ്റിയല്ലോ, കൂട്ടത്തിൽ വരുന്ന വേലക്കാരനോട് ഇത് പറയാൻ പറ്റിയല്ലോ. നെഞ്ചു നീറുന്ന വേദനയുമായി ദൈവം പറഞ്ഞു എന്ന് വിചാരിച്ച ആ മനുഷ്യൻ പോവുക. നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിലാകും, അങ്ങനെ ദൈവമല്ല ആര് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല, ഇല്ലേ? നിങ്ങൾ ആരോട് സ്നേഹയോട് ദൈവം പറയുകയാണ്, ഇങ്ങനെ അനിയത്തിയെ എനിക്ക് ബലിയർപ്പിക്കണം. സ്നേഹയുടെ വീട്ടിൽ അനിയത്തി ഉണ്ടോ? ആരാ ഉള്ളത്? അനിയന്മാരാ, അല്ലേ? അവന്മാരെ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞാൽ സ്നേഹം ചെയ്യുമോ? ഒടേതമ്പുരാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊക്കെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, ഞാൻ ചെയ്യുകയില്ല, അല്ലേ? കാരണം അത് ചെയ്യാൻ പാടില്ല. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം, അത് ഒന്നെങ്കിൽ ദൈവം അങ്ങനെ പറയുകയില്ല, പറയുന്നെങ്കിൽ അത് ദൈവമല്ല. അങ്ങനെ ഒരു നിഗമനത്തിലേ നമ്മൾ എത്തുള്ളൂ. ഏതാണെങ്കിലും പക്ഷേ അബ്രാഹാം അത് ചെയ്തു. ആ മല കയറി പോകുമ്പോൾ ഈ വിവരണം വായിക്കുമ്പോൾ നമ്മൾ തന്നെ അമ്പരയ്ക്കും, ഇത് എന്തൊരു ഇടപാടാണ് ദൈവം. ഒരപ്പൻ മകനെയും കൊണ്ട് ബലിയർപ്പിക്കാൻ പോകുന്നു. അവിടെ കുഞ്ഞാടിനെ അവസാന നിമിഷം, എന്തൊരു നാടകീയതയാണ്! അവസാന നിമിഷം ഒരു ആട്ടും കുഞ്ഞിനെ ബലിയർപ്പിച്ച് മകനെയും കൊണ്ട് തിരിച്ചു പോകുന്നു. ആ മകൻ ഇനി അപ്പൻ്റെ മുഖത്തെങ്ങനെ നോക്കും? ഈ അപ്പൻ എങ്ങനെയാണ് മകൻ്റെ മുഖത്ത് നോക്കുക? എന്തൊരു ദുരന്തമാണ്! പക്ഷേ ആ ഒരു സംഭവത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? വേറൊരപ്പൻ സ്വന്തം മകനെയും കൊണ്ട് കാൽവരി മുകളിൽ ബലിയർപ്പിക്കാൻ വേണ്ടി വന്നു. പിതാവായ ദൈവം പുത്രൻ തമ്പുരാനെ ബലിയർപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലായി, അല്ലേ? ഇത് ഈ ബലിയുടെ സൂചനയായിരുന്നു. അതായത് പഴയ നിയമത്തിന് അർത്ഥം കിട്ടുന്നത് പുതിയ നിയമത്തോട് ചേർത്ത് വായിക്കുമ്പോഴാണ്. പുതിയ നിയമത്തിന് അർത്ഥം കിട്ടുന്നത് പഴയ നിയമത്തോട് ചേർത്ത് വായിക്കും. അതുകൊണ്ട് രക്ഷാകര പദ്ധതി ഒന്നേ ഉള്ളൂ, അത് പഴയ നിയമത്തിൽ ആരംഭിച്ച് പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ്. ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയും. പഴയ നിയമത്തിന് പഴയ നിയമത്തിൻ്റേതായ മൂല്യമുണ്ട്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയും, പുതിയ നിയമത്തിനായിട്ട് ബന്ധമില്ലാത്ത പഴയ നിയമമെല്ലാം അപ്രസക്തമാണ്. അത് ശരിയല്ല. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഇതിന് വളരെ സുന്ദരമായൊരു ഉത്തരം പറഞ്ഞു. പഴയ നിയമം ഇരുവശവും തുറന്ന ഒരു പൈപ്പ് പോലെയാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിലേക്ക് അത് തുറന്നിരിക്കുന്നു. അത് പുതിയ നിയമത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ അതിന് വലിയ അർത്ഥം കിട്ടുന്നു. പുതിയ നിയമത്തിൽ വിശ്വസിക്കാത്ത യഹൂദൻ പഴയ നിയമം തന്നെ വായിക്കുന്നുള്ളൂ. അവന് അതിൽ തന്നെ ആ വചനത്തിന് അർത്ഥമാണ്, അല്ലേ? ഇരുവശങ്ങളിലേക്കും അത് തുറന്നിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തോട് ബന്ധപ്പെടുത്താതെ പഴയ നിയമത്തെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ലോകത്തുള്ള യഹൂദ ജനത. അപ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്, അവരുടെ പഴയ നിയമ വിശ്വാസവും വിലയുള്ളത് തന്നെയാണ്, അതിനെയും വില കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ പഴയ നിയമത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് എവിടെയാണ്? പുതിയ നിയമത്തിലാണ്. ഇതാണോ സ്നേഹം ഉദ്ദേശിച്ചത്? ഇത് തന്നെയാണ്. താങ്ക് യു പിതാവേ. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും സംബന്ധിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് സ്നേഹയ്ക്ക് ഉചിതമായ ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ടെന്നിയാണ് അടുത്ത ചോദ്യം പിതാവിനോട് ചോദിക്കുന്നത്. ടെന്നി, ചോദ്യം ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് ടെന്നി വേങ്ങത്തനം. ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. പഴയ നിയമത്തിലെ വചനങ്ങൾ വായിക്കുമ്പോൾ അത് കഠിനമായി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ആ വചനങ്ങൾ നമ്മൾ അതിൻ്റെ അതുപോലെ തന്നെ സ്വീകരിക്കണോ, അതോ നമ്മൾ അതിൻ്റെ ആന്തരിക അർത്ഥം, ആത്മീയ അർത്ഥം മാത്രമായി എടുത്താൽ മതിയോ? യെസ്, ടെന്നിയുടെ ചോദ്യം, പഴയ നിയമത്തിലെ ചില വചനങ്ങൾ വളരെ കഠിനമാണ്, അല്ലേ? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ചോദ്യം.
യെസ്, ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല, അല്ലേ ടെന്നി എന്നാ ചെയ്യുന്നത്? ഞാനൊരു IT കമ്പനി വർക്ക് ചെയ്യാണ്. അതെ അല്ലേ? IT കമ്പനിയിൽ ഈ IT ഫീൽഡിലെ എല്ലാ കാര്യങ്ങളും ടെന്നിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. ഇല്ല, എല്ലാ കാര്യങ്ങളും എല്ലാം ഒന്നും നമുക്കറിയത്തില്ല. ചില കാര്യങ്ങൾ നമുക്കറിയാം, അറിയാവുന്ന വെച്ച് നമ്മൾ ചെയ്യുന്നു. പക്ഷേ നമ്മളെക്കാളും അറിവുള്ള ആരൊക്കെയോ അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ കോഡ് ചെയ്തിട്ടുണ്ട്. അതെ, അതിൽ നിന്ന് അതിൻ്റെ മുകളിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ശരിക്കും ഈ ഒരു അഗ്രാഹ്യത അല്ലെങ്കിൽ ഇൻകോംപ്രിഹെൻസിബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ചില വസ്തുതകൾ അത് ദൈവിക വെളിപാടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് സത്യമാണ്. ഇതിനെക്കുറിച്ച് വെർബും ഡോമിനി എന്ന് പറയുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനത്തിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞൊരു ചിന്തയുണ്ട്. വെർബും ഡോമിനിയിൽ മാർപ്പാപ്പ പറയുന്നു, ചില ഇരുണ്ട പാസേജുകൾ ബൈബിളിലുണ്ട്. ചില വചനഭാഗങ്ങൾ ആകെ ഇരുട്ടാണ്, വായിക്കുമ്പോൾ നമ്മളെന്തോ തുരങ്കത്തിലേക്ക് കയറിപ്പോകുന്ന പോലെ തോന്നുമെന്ന മാർപ്പാപ്പ പറഞ്ഞു. ഇരുണ്ട പാസേജ്, ഡാർക്ക് പാസേജസ്, അത് ബൈബിളിലുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായി. ഇതെന്തൊരു വചനമാണ്, ഇത്രയും മോശമായൊരു കാര്യം ചെയ്യാൻ പാടുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും, ഇല്ലേ? ഇപ്പോൾ ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകത്തിൽ ലോത്തിന് മക്കളുണ്ടാകുന്ന, ലോത്തിന് കള്ളു കുടിച്ച് വെളിവില്ലാത്ത അപ്പൻ ബോധം കെട്ട് കിടന്നപ്പോൾ ഭൂമുഖത്തെ ആണുങ്ങളെല്ലാം ഇല്ലാതായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ലോത്തിൻ്റെ പെൺമക്കൾ അപ്പനിൽ നിന്ന് സന്താനങ്ങളെ സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. ഓ, എന്തൊരു അബോമിനസ്, മ്ലേച്ഛമായ കാര്യം. ഇന്നത്തെ ധാർമ്മികതയെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരപ്പനോ മകളോ അത് കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നും, ഇല്ലേ? എന്തൊരു മോശം പരിപാടിയത്. ഇത് ലോത്ത് ചെയ്യാൻ പാടുണ്ട്. ഇനി ചെയ്താൽ തന്നെ അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിട്ട് എഴുതി വെക്കാൻ പാടുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് ന്യായമായും തോന്നുന്നൊരു ചോദ്യമാണ്. ശരിക്കും ഇത് ദുർഗ്രഹമായ വചനമാണ്. നമുക്ക് ഇത് ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന വചനമാണ്, ഇല്ലേ? യെസ്. പക്ഷേ ഇതിൻ്റെ രക്ഷാകരമായ അർത്ഥം എന്ത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും. രക്ഷാകരമായ അർത്ഥം ഈ വചനം ഞാൻ സാധാരണഗതിയിൽ ഒരിക്കലും പ്രസംഗിച്ചിട്ടുമില്ല, വ്യാഖ്യാനിച്ചിട്ടും ഇല്ലാത്ത വചനം. പക്ഷെ ഒരിക്കൽ ഞാനൊരു ഇടവകപ്പള്ളി, തലശ്ശേരി രൂപതയിൽ തന്നെ ഒരു ഇടവകപ്പള്ളിയിൽ ധ്യാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ, അയാൾ കള്ളു കുടിച്ചേച്ച് വന്ന് ഇരിക്കുകയാണ് ധ്യാനത്തിന്. വലിയ പള്ളിയാണ്, അങ്ങ് പുറകില കുമ്പസാരെ കൂടെ ചാരി പുള്ളി ഇരിക്കുക. ഞാൻ പറയുന്നതിനെല്ലാം ബദലായിട്ട് പുള്ളി അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കേൾക്കത്തില്ല, ഇങ്ങനത്തേക്ക് ഞാൻ ആൾത്താരെ നിൽക്കുന്നു. പക്ഷെ ഞാൻ പ്രസംഗിച്ച് നിർത്തിയപ്പോൾ പുള്ളി ഒരൊറ്റ ചോദ്യം വെടിവെട്ടുന്ന വെച്ച്, അച്ചോ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കള്ളുകുടിയന്മാരെ കുറിച്ചൊക്കെ അച്ഛൻ കുറ്റം പറഞ്ഞല്ലോ, ഈ ലോത്തിന് പിള്ളേരുണ്ടായ കഥ അച്ഛനൊന്ന് വ്യാഖ്യാനിച്ച് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇയാൾ വെളിവില്ലാതെ ചോദിക്കുന്നതാണ്. എന്നാലും എന്നെ തന്നെ ഒരു മറുപടി പറയും. ഞാനൊന്ന് പകച്ചു, അത്ഭുതപ്പെട്ട് ഞാൻ ഈ ഇച്ചായനോട് തിരിച്ചു പറഞ്ഞു. പെട്ടെന്നൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഇച്ചായ അതൊന്നും വ്യാഖ്യാനിക്കാൻ മാത്രമൊന്നുമില്ല. ലോത്ത് ഇച്ചായൻ്റെ അവസ്ഥയിലായിരുന്നു, വെളിവില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് ആളെ തിരിച്ചറിയാതെ സംഭവിച്ചതായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ. ആളുകളെല്ലാം ചിരിച്ചു. ഈ മനുഷ്യൻ എന്തോ ചീത്തയും വിളിച്ച് ഇറങ്ങിപ്പോയി പള്ളി. ഏതാണെങ്കിലും ഇദ്ദേഹം പിറ്റേ ദിവസം പകൽ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു അങ്കലാപ്പുണ്ട്. ഇന്നലത്തേന് വല്ലോ വാശിക്ക് തീർക്കാൻ വരുന്നതാണോ, വല്ലതും ബഹളം ഉണ്ടാക്കുമോ എന്നൊക്കെ ഞാൻ ആശങ്കപ്പെട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്നലെ ചേട്ടന് വിഷമമായി, ഞാൻ പറഞ്ഞതാ, ഞാനങ്ങനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തു. പക്ഷേ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അല്ല അച്ഛൻ എന്തിനാ ക്ഷമ പറയുന്നത്? അച്ഛൻ പറഞ്ഞു, ശരിയല്ലേ, ലോത്ത് ആ എരണം കെട്ടവൻ കള്ളു കുടിച്ച് അവൻ്റെ വയറ്റിൽ കിടക്കണ്ടേ, ഇത് കൂട്ട് തോന്നിയാസം കാണിക്കാൻ പാടുണ്ടോ? ഞാൻ ഇറങ്ങിപ്പോയത് ഇത് ശരിയാണോ എന്നറിയാൻ. അച്ഛൻ പറഞ്ഞു ശരിയാണോ എന്നറിയാൻ ഞാൻ പോയി ബൈബിള് വായിച്ചു. കുറേ മോരും കുടിച്ചേച്ച് ഞാൻ ഈ ബൈബിള് വായിച്ചു വന്നു. എന്തിനാ മോര് കുടിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം, പെൺപിള്ളേർക്കും അറിയാം, അല്ലേ? കൊള്ളാം, മുടിക്കുകളാണല്ല. ഏതാണെങ്കിലും ശരി, ഈ മനുഷ്യൻ ഈ ബൈബിൾ വായിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ലോത്തിൻ്റെ പെൺമക്കൾ ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചു. ലോത്ത്, എൻ്റെ വീട്ടിൽ 3 പെൺപിള്ളേർ
കള്ളു കുടിച്ച് എനിക്കിങ്ങനെ സംഭവിച്ചാൽ കൂട്ട ആത്മഹത്യയല്ലാതെ വല്ല വഴിയുണ്ടോ? ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ആ പള്ളിമേടയിൽ മുട്ടയിൽ നിന്ന് കയ്യെ പിടിച്ച് സത്യം ചെയ്തു, അച്ഛാ ഞാനിനി മേലെ മദ്യപിക്കുകയില്ലാന്ന്. അയാൾ പിന്നെ മദ്യപിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം, ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യനെ ഞാൻ കണ്ടു. മനുഷ്യൻ്റെ മകൻ എന്നെ വിളിച്ചു, ഞങ്ങളുടെ അപ്പൻ മരിച്ചു, അന്ന് ഞാൻ മെത്രാനായി, പിതാവ് വന്ന് നടക്കാൻ വരുമോ? ഞാൻ എനിക്ക് പല തിരക്കാണ്, അദ്ദേഹത്തെ ഞാൻ അറിയാമല്ലോ, അദ്ദേഹം എവിടുന്നാണ് എന്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കാര്യം പറഞ്ഞാൽ അച്ഛന് അറിയാൻ, പിതാവിന് അറിയാൻ പറ്റും. ഏതാണ്? പണ്ട് ഇന്ന പള്ളി ധ്യാനിപ്പിക്കുമ്പോൾ ഒരു കള്ളുകുടിയൻ എഴുന്നേറ്റ് ലോത്തിന് പിള്ളേരുണ്ടായ കഥ ചോദിക്കുകയും അച്ഛൻ്റെ അടുത്ത് വന്ന് കുടിക്കുകയില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പോവുകയും ചെയ്തൊരു മനുഷ്യനില്ലേ? അത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഞങ്ങളുടെ അപ്പനാണ്. അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചു. അച്ഛൻ്റെ അടുത്ത് സത്യം ചെയ്ത ശേഷം കഴിഞ്ഞ 24 കൊല്ലമായിട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ അന്നേരമാണ് ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഓർക്കും. ഏറ്റവും മ്ലേച്ഛം എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി നിർത്തിയ ഈ വചനത്തിന് പോലും എന്തുണ്ട്? രക്ഷാകരമായ അർത്ഥമുണ്ട്. അതാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുക, അത് ഇരുണ്ട പാസേജ് എന്ന് അതിനെ വിളിക്കാൻ കാരണം അതിൻ്റെ സന്ദേശം ഇരുണ്ടതായതുകൊണ്ടല്ല, അതിൻ്റെ അന്തരാർത്ഥം ഇതുവരെയും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. പഴയ നിയമത്തിൽ ഇങ്ങനെ ചില വചനങ്ങൾ ദുർഗ്രഹമായും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ചിന്തയ്ക്ക് ചേരാത്തതായിട്ടും നമുക്ക് അനുഭവപ്പെടാം, അത് സത്യമാണ്. പക്ഷേ അവയും ദൈവവചനം തന്നെയാണ്. ആ വചനങ്ങൾക്കും രക്ഷാകരമായ അർത്ഥമുണ്ട്. ആ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ചിലപ്പോൾ അവയുടെ അർത്ഥം ഗ്രഹിക്കാൻ നാം കൂടുതലായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ഒരുങ്ങേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരിക്കലും ഒരു ബൈബിൾ ക്ലാസ്സിൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ബൈബിൾ എനിക്ക് എടുത്തെറിയാൻ തോന്നിയിട്ടുള്ളൊരു വചനം 137-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യമാണ്. 137-ാം സങ്കീർത്തനം നിങ്ങൾക്കറിയാം, വളരെ മനോഹരമായ സങ്കീർത്തനമാണ്. ഏതാണ്? ബാബിലോണിൻ്റെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു, അതിവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു എന്ന് പറയുന്ന അതിമനോഹരമായ സങ്കീർത്തനങ്ങളിലൊന്ന്. പക്ഷേ അതിൻ്റെ കൺക്ലൂഡിങ് വേഴ്സ് വളരെ ഹൊറിബിളാണ്, വളരെ ഭീകരമാണ്. ഏതാണ്? അതിൽ പറയുക, കർത്താവെ അവരുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കൊല്ലണമേ എന്നാണ് അതിനകത്തുള്ളൊരു വാക്യം. എന്തൊരു പൈശാചികമാണ്! ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കൂ? ദൈവത്തോടൊരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, അവന്മാരുടെ പിള്ളേരെ കാലെ പിടിച്ച് പൊക്കിയെടുത്ത് തല പാറയ്ക്കടിച്ച് കൊന്നുകളയണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വചനം എങ്ങനെയാണ് ബൈബിളിലെ തിരുവചനമായിട്ട് അംഗീകരിക്കാൻ പറ്റുക? ഇതാണ് ആ സ്ത്രീ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, സഹോദരി, അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. എന്താണ് ചരിത്രം എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽക്കാർ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ടു. അടിമകളായി ബാബിലോണിൽ ചെന്ന് കേബാർ നദിയുടെ തീരത്തിരുന്ന് അവർ കരയുന്ന രംഗമാണ് ഈ സങ്കീർത്തനം. ഈ അടിമകളാക്കി കുതിരപ്പടയാളികൾ ഈ അടിമകളായ മനുഷ്യരെ ഇങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരെ ഇങ്ങനെ ഓടിച്ച് ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുക. കുതിരയുടെ സ്പീഡിൽ മനുഷ്യന് ഓടാൻ പറ്റുമോ? ഇല്ല. അവർ പ്രത്യേകിച്ച് അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ എടുത്തുന്ന അമ്മമാർക്ക് ഒരിക്കലും ഇവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. ഈ സ്ത്രീകൾ പുറകോട്ടായി പോകുമ്പോൾ എന്ത് ചെയ്യും? പടയാളികൾ കുതിരയെ പുറകോട്ട് കൊണ്ടുചെല്ലും, വീണ്ടും അവരെ തല്ലും, ഓടിക്കും. 1-2 തവണ ഇങ്ങനെ ആയി കഴിയുമ്പോൾ അവർ പറയും, നിൻ്റെ കൊച്ചുള്ളതല്ലേ, നിനക്ക് ഓടാനുള്ള വിഷമം, അത് ഞാനിപ്പോൾ തീർത്തു തരാം എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന്, അമ്മമാരുടെ കയ്യിൽ നിന്ന് കൊച്ചിനെ വലിച്ചു പറിച്ചെടുത്ത് ആ കുഞ്ഞിനെ കുതിരപ്പുറത്ത് ഇരിക്കുന്ന പടയാളി കാലെ പിടിച്ച് അടുത്തുള്ള പാറയിൽ ആ കുഞ്ഞിൻ്റെ തലയടിച്ച് തകർത്ത് കൊന്ന് അതിനെ ദൂരെ എറിയും. എന്നിട്ട് അമ്മമാരെ ഓടിക്കുമായിരുന്നു. ആ ഒരു ക്രൂരത അനുഭവിച്ച ഒരു ജനത ആ സങ്കടം ദൈവത്തോട് പറയുക, ദൈവമേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ദുഷ്ടതയുടെ അർത്ഥം എന്ത് എന്ന് ഈ ദുഷ്ടന്മാരെ അവിടുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണമേ. സ്വന്തം കുഞ്ഞിനെ പാറയിലടിച്ചു കൊല്ലുന്ന കാഴ്ച കാണേണ്ടി വരുന്ന ഒരമ്മയുടെ സങ്കടം എന്താണെന്ന് ഈ ബാബിലോണിലെ കശ്മലന്മാരെ അവിടുന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണേ. അതാണ് സങ്കീർത്തകൻ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ദൈവമേ, എന്നാൽ ഞാനിനി ആവർത്തിച്ച് ആ സങ്കീർത്തനം പാടും. കാരണം ഈ ദുഷ്ടന്മാർക്കിട്ട് ഇതുപോലെ അവരുടെ ആ സങ്കടം
ഒരമ്മ അനുഭവിക്കുന്ന സങ്കടം ഇവരും മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അവരുടെ പിള്ളേരെ അടിച്ചു കൊല്ലണമെന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ആ സങ്കടത്തിൻ്റെ തീവ്രതയും തീഷ്ണതയും ആ ജനം അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അവർ കടന്നു പോകുന്ന വളരെ ദുരന്തപൂർണമായൊരു അനുഭവത്തെ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നു. ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ദുർഗ്രഹം എന്ന് നമ്മൾ കരുതുന്നത് പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ്, അതല്ലെങ്കിൽ പരിശുദ്ധാത്മ വെളിച്ചം ഇനിയും നമുക്ക് ആ മേഖലയിൽ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എഴുതപ്പെട്ട എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ദൈവത്തിൻ്റെ മനുഷ്യരെഴുതിയതാണ്. ആ വചനങ്ങൾ ഓരോന്നിലും പരിശുദ്ധാത്മാവിൻ്റെ തെളിച്ചമുണ്ട്. ആ വചനങ്ങൾക്ക് ഓരോന്നിനും രക്ഷാകരമായ അർത്ഥവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തിന് രക്ഷാകരമായ അർത്ഥമുണ്ടെന്ന് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ അഭിമന്യ പിതാവ് ലളിതമായി നമുക്ക് പറഞ്ഞു തന്നു. ടെന്നിക്ക് ഉചിതമായ ഉത്തരം ലഭിച്ചുവല്ലോ. നന്ദി പിതാവേ, എനിക്ക് എൻ്റെ സംശയം ക്ലിയറായി. താങ്ക് യു ടെന്നി. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ക്രിസ്റ്റീനയുടെ ചോദ്യം അഭിമന്യ പിതാവിനോട് ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് ക്രിസ്റ്റീന. എൻ്റെ ചോദ്യം ഇതാണ്. ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടല്ലോ. അവ തമ്മിൽ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതെങ്കിലും പുസ്തകത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടോ? യെസ്, ക്രിസ്റ്റീനയുടെ ചോദ്യം പഴയ നിയമത്തെക്കുറിച്ചാണല്ലേ. പഴയ നിയമത്തെ പലതായി തിരിച്ചിട്ടുണ്ടെന്നാണ് ക്രിസ്റ്റീന പറയുന്നത്. എന്തെങ്കിലും അങ്ങനെ തിരിവിനെക്കുറിച്ച് ക്രിസ്റ്റീനയ്ക്ക് വല്ല പിടിയുണ്ടോ? പഴയ നിയമത്തെ ഈ പറഞ്ഞതുപോലെ പഞ്ചഗ്രന്ഥി, ആദ്യത്തെ 5 പുസ്തകങ്ങളെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? പഞ്ചഗ്രന്ഥി. അതിനെ തോറ, നിയമഗ്രന്ഥം എന്ന് പറയും അല്ലേ, നിയമഗ്രന്ഥം. അതുപോലെ തന്നെ നിയമഗ്രന്ഥത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് ജോഷുവ തുടങ്ങിയ പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ വരും. മറ്റൊരു ഗ്രന്ഥശേഖരമാണ് പ്രവാചക ഗ്രന്ഥങ്ങൾ അല്ലേ. ഒരു പ്രവാചകൻ്റെ പേര് പഴയ നിയമത്തിൽ നിന്ന് ക്രിസ്റ്റീനായിക്ക് പറയാൻ പറ്റുമോ? ജോഷുവയെ പ്രവാചകനായി കരുതുന്നവരുണ്ട് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ. എന്നാലും ചിലർ പറയുന്നത് അതൊരു ചരിത്ര ഗ്രന്ഥമാണെന്നാണ്. ഇച്ചിരൂടെ ഉറപ്പുള്ള ഒരു പ്രവാചകനെ പറഞ്ഞാൽ യേശയ്യ ആണെങ്കിൽ യാതൊരു സംശയമില്ലാതെ പറയും നമുക്ക് പ്രവാചകനാണ്. ഈ ക്രിസ്റ്റീന എന്നാ പഠിക്കുന്നത്? ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. ടീച്ചറോ? ഇതിലും വലിയ സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടാവും അല്ലേ? ഓക്കെ. യെസ്, ക്രിസ്റ്റീനയുടെ ചോദ്യം അതായത് നിയമഗ്രന്ഥങ്ങൾ, അതായത് തോറ, അതാണ് ഒരു ഗ്രൂപ്പ്. മറ്റൊന്ന് പ്രവാചക ഗ്രന്ഥങ്ങൾ, അതാണ് നബീം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ വിജ്ഞാന സാഹിത്യ ഗ്രന്ഥങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ. അതിനെ കെത്തുബീം എന്ന് പറയും. ഇങ്ങനെ 3ആയിട്ടാണ് സാധാരണ പഴയ നിയമഗ്രന്ഥങ്ങളെ തിരിക്കുന്നത്. ഏതാണ്? തോറ എന്ന് പറഞ്ഞാൽ നിയമഗ്രന്ഥ ശേഖരം. മറ്റൊന്ന് നബീം, പ്രവാചക ഗ്രന്ഥങ്ങൾ. 3ആമത്തേത് കെത്തുബീം അഥവാ ഇങ്ങനെ രചനകൾ, എഴുത്തുകൾ എന്ന് പറയും. യെസ്, ഈ 3 വിഭജനങ്ങൾ പഴയ നിയമത്തിനകത്തുണ്ട്. ഇതിൽ 3-ൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ യഹൂദ വീക്ഷണത്തിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നിയമഗ്രന്ഥങ്ങൾ തന്നെ. കാരണം ദൈവം കൊടുത്ത പഴയ ഈ 10 കൽപ്പനകൾ, ആ കൽപ്പനകൾക്ക് ദൈവം കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ, അതിനെ ആധാരമാക്കിയാണ് അവർ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാന കാര്യം ആയിട്ട് യഹൂദർ വിശ്വസിക്കുന്നത് ദൈവം നൽകിയ സീനായി ഉടമ്പടിയും ആ ഉടമ്പടിയിലൂടെ ലഭിച്ച 10 കൽപ്പനകളുമാണ്. അതുകൊണ്ട് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു സംഭവത്തിനോ ഒരു കാര്യത്തിനോ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവയെല്ലാം ക്രമാനുഗതമായി വളർന്ന് ഈശോമിശിഹായിലെത്തുന്ന ഒരു പുതിയ നിയമസത്യമാണ്. അതേസമയം യഹൂദ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് സീനായ് ഉടമ്പടിയും ആ ഉടമ്പടിയിലൂടെ അവർ ദൈവത്തിൻ്റെ ജനമായി മാറി ദൈവമായ യാഹ്വേ അവരുടെ ദൈവമായി അംഗീകരിക്കപ്പെട്ടു.
അപ്രകാരമുള്ള ഒരു ഉടമ്പടി ബന്ധം. ആ ഉടമ്പടി ബന്ധത്തിൻ്റെ നിയമവ്യവസ്ഥയാണ് ഈ 10 കൽപ്പനകൾ എന്ന് പറയും. അതനുസരിച്ചാൽ അവർ ദൈവത്തിൻ്റെ ജനമാകും, അനുസരിച്ചില്ല എങ്കിൽ അവർ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വെളിയിലാകും. അവർ ഇത് ധിക്കരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ തിരുത്താനും അവർക്ക് മുന്നറിയിപ്പുകൾ നൽകാനും വേണ്ടി വന്നവരാണ് ആര്? പ്രവാചകന്മാർ, അല്ലേ? അതുകൊണ്ട് പ്രവാചക ഗ്രന്ഥങ്ങൾ വാസ്തവത്തിൽ നിയമഗ്രന്ഥത്തിൻ്റെ ഒരു ധാർമ്മിക വ്യാഖ്യാനങ്ങളാണ് വാസ്തവത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേസമയം ഈ എഴുത്തുകൾ എന്ന് പറയുന്നത് ദൈവിക നിയമഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കൂടുതൽ ദൈവജനത്തിന് പ്രബോധനപരമായി വ്യാഖ്യാനിച്ചു കൊടുക്കും. വ്യാഖ്യാനിക്കുന്നതോടൊപ്പം അവയെ നിയമഗ്രന്ഥത്തിലെ സുപ്രധാന വ്യക്തികളുടെ സ്വഭാവ വിശേഷങ്ങളെ ഉദാഹരണമാക്കിക്കൊണ്ട് അവരെ മാതൃകയായി അവതരിപ്പിക്കുക. ഇതൊക്കെയുമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ക്രിസ്റ്റീന ചോദിച്ചാൽ, യഹൂദ വീക്ഷണത്തിൽ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സീനായ് ഉടമ്പടി. രണ്ടാമത് യഹൂദൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം ജെറൂസലേം ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിലെ ബലിയർപ്പണത്തിൻ്റെ ക്രമം വിവരിക്കുന്ന ലേവ്യരുടെ പുസ്തകം അവർക്ക് പരമപ്രധാനമായ ഗ്രന്ഥമാണ്. ഇന്നിപ്പോൾ ഒരുപക്ഷെ നമുക്ക് ലേവ്യരുടെ ഗ്രന്ഥം വലിയ പ്രാധാന്യമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ഈശോ മിശിഹായിലൂടെ എന്നേക്കുമായുള്ള ബലി പൂർത്തിയായതോടെ ലേവ്യരുടെ ഗ്രന്ഥം ഇന്ന് നമുക്ക് അപ്രസക്തമായി തോന്നിയാലും യഹൂദനെ സംബന്ധിച്ച് ലേവ്യരുടെ ഗ്രന്ഥം പരമപ്രധാനമാണ്. കാരണം ആ ഗ്രന്ഥത്തിലാണ് ജെറുസലേം ദേവാലയത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എങ്ങനെയായിരിക്കണം എന്ന് വളരെ കൃത്യതയോടെ അവതരിപ്പിക്കുന്നു. മറ്റൊരു സുപ്രധാന നിയമഗ്രന്ഥത്തിൽ തന്നെ മറ്റൊരു സുപ്രധാന ഗ്രന്ഥമായി കരുതപ്പെടുന്നത് നിയമാവർത്തന ഗ്രന്ഥമാണ്. ഓരോ നിയമത്തിൻ്റെയും അർത്ഥം മോശ തന്നെ ദൈവജനത്തിന് വ്യാഖ്യാനിച്ച് നൽകുന്ന ഗ്രന്ഥമാണ് നിയമാവർത്തനം, അല്ലേ? നിയമം ആവർത്തിച്ചു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നിയമഗ്രന്ഥങ്ങളുണ്ട്. ആ നിയമഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രധാന വിവരണം സീനായ് ഉടമ്പടിയാണ്. മറ്റൊന്ന് ജെറുസലേം ദേവാലയമാണ്. ദേവാലയം നിയമഗ്രന്ഥത്തിൻ്റെ വിവരണത്തിലല്ല, ചരിത്ര ഗ്രന്ഥത്തിലാണ് ഉള്ളത്. സോളമൻ്റെ കാലത്താണ് ദേവാലയം പണിയപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആ വിവരണം പക്ഷേ അവിടെ ബലിയർപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് വിവരിക്കുന്ന ലേവ്യരുടെ പുസ്തകം. ഇതൊക്കെയും യഹൂദ കാഴ്ചപ്പാടിൽ പ്രാധാന്യത്തിൻ്റെ ശ്രേണിയിൽ മുൻനിരയിൽ വരുന്ന വിവരണങ്ങളാണ്. ഇതാണോ ക്രിസ്റ്റീന ഉദ്ദേശിച്ച ചോദ്യം? അതെ പിതാവേ. യെസ്, താങ്ക് യു ക്രിസ്റ്റീന. താങ്ക് യു. ഇതിനോട് ചേർന്നൊരു ചോദ്യം ചോദിക്കുകയാണ് പിതാവേ. ദൈവസ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ സങ്കീർത്തന പുസ്തകം ആരാധനക്രമത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിന് ഇതുപോലെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? യെസ്, അച്ഛൻ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സങ്കീർത്തന ഗ്രന്ഥങ്ങളെ ചിലപ്പോഴൊക്കെ നമുക്ക് അതിനൊരു പഴയ നിയമ ഗ്രന്ഥമായിട്ട് കരുതാൻ ബുദ്ധിമുട്ട് പോകും. കാരണം എന്താണ്? അത് പുതിയ നിയമത്തിൽ അതേപടി നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഗ്രന്ഥം പോലെയാണ്. സങ്കീർത്തനം ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല, അല്ലേ? നമ്മുടെ കാനന നമസ്കാരങ്ങൾ മുഴുവൻ സങ്കീർത്തനമാണ്. ഡിവൈൻ ഓഫീസുകൾ സങ്കീർത്തനമാണ്. വിശുദ്ധ കുർബാനയിൽ എത്രയോ വട്ടമാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ദാവീദിൻ്റെ കീർത്തനം എന്നാണ് അത് അറിയപ്പെടുന്നത് എങ്കിലും വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറയും അത് തിരുസഭയുടെ പ്രാർത്ഥനാഗീതങ്ങളാണ്. പരിശുദ്ധ സഭ ദൈവത്തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ അഗസ്റ്റിൻ തന്നെ പറയുന്നത് ഇത് പരിശുദ്ധാത്മാവ് രചിച്ച ഗീതങ്ങളാകയാൽ അത് കാലാതിവർത്തിയായ ഗീതങ്ങളാണ്. ദൈവമേ എന്നോട് കരുണ തോന്നണേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ക്കണമേ എന്ന് പറയുന്നത് ഒരുപക്ഷെ ദാവീദാണ് എങ്കിലും ഇന്ന് ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയായിട്ട് നമുക്ക് അനുഭവപ്പെടും, ഇല്ലേ? അതാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. മനുഷ്യാത്മാവിനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്.
അതുകൊണ്ട് ഇത് ദൈവവചനമാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും, ഇല്ലേ? ദൈവവചനം എന്ന് പറയുമ്പോൾ സാധാരണഗതി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ. ദൈവമേ എന്നോട് കരുണ തോന്നണേ, ദയാപൂർവ്വം എൻ്റെ പാപം മായ്ക്കണേ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനമാണോ മനുഷ്യൻ്റെ വചനമാണോ? ആരുടെ വചനമാണ്? മനുഷ്യൻ്റെ വചനം. ഓക്കെ, അത് ശരിയാണ്, മനുഷ്യൻ്റെ വചനമാണ്. പക്ഷേ ബൈബിളിൻ്റെ സങ്കീർത്തനം നമ്മൾക്ക് മുമ്പിൽ വയ്ക്കുന്ന മറ്റൊരു വലിയ വെല്ലുവിളി അതാണ്. മനുഷ്യൻ്റെ പ്രാർത്ഥനകളെ ദൈവവചനമായി ദൈവം അംഗീകരിക്കുന്നു. അതാണ് വെർബും ഡോമിനി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം എന്ന് പറയുന്ന പ്രബോധന ഗ്രന്ഥത്തിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നൊരു ചിന്ത ഇതാണ്. സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ദയനീയമായ സങ്കടങ്ങളെ, വേദനകളെ, നിലവിളികളെ, പ്രാർത്ഥനകളെ, അനുതാപത്തെ ഒക്കെയും ദൈവത്തിൻ്റെ സ്വരമായി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. അതാണ് സങ്കീർത്തനങ്ങളെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത് എന്നുള്ളത് സത്യമാണ്. വിപിനച്ചൻ പറഞ്ഞത് വളരെ വലിയ കാര്യം. താങ്ക് യു. ദൈവവചനത്തെക്കുറിച്ചും അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളെക്കുറിച്ചും നാം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുകയായിരുന്നു. ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ചർച്ചകൾ വീണ്ടും അടുത്ത എപ്പിസോഡിലും തുടരും. എല്ലാവർക്കും നന്ദി.